കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ മുഖേന വിപണനം നടത്താൻ അവസരമൊരുക്കിയാൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നിറകതിർ പദ്ധതി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോർപ്പറേറ്റുകൾ ഇടനിലക്കാരായി വിപണനം നടത്തുന്നതിനാൽ കർഷകർക്ക് വേണ്ടത്ര ലാഭം ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ മുഖേന വിപണനം നടത്താൻ അവസരമൊരുക്കിയാൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നിറകതിർ പദ്ധതി കൊയ്ത്തുത്സവം തുടയൂർ അരത്തകണ്ടപ്പൻ ക്ഷേത്ര പാടശേഖരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമുക്കറിയാം, ഇപ്പം 1-2 വർഷമായി നമുക്കത് രൂപീകരിച്ച് നാം ഇന്ന് മുന്നോട്ട് പോകുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ 1000-ഓളം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ രൂപീകൃതമാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ ഏകദേശം 100 ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ എല്ലായിടവും ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ ഇപ്പം മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കഴിഞ്ഞ 2 വർഷത്തിനകം കേന്ദ്രം തീരുമാനിച്ചപ്പോൾ അതിൽ മുൻപന്തിയിൽ വന്ന ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നമ്മുടെ കടയ്ക്കലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു മേഖലകളിൽ, നമ്മുടെ ക്ഷീരവികസന മേഖലകളിലും ഇവിടെ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകൃതമായിട്ടുണ്ട്. അപ്പോൾ അതും പ്രവർത്തനം നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിവ്യൂ തിരുവനന്തപുരത്ത് പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥർ നടത്തുമ്പോൾ അവർ പറയാറുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഞാൻ അതിൽ പോയി പങ്കെടുക്കാറില്ല. അപ്പോൾ വളരെ മെച്ചമായ നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളാണ് ഇത് രണ്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒരുപാട് കർഷകരെ അതിനകത്ത് അംഗങ്ങളായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാർഷിക മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. കോർപ്പറേറ്റുകൾ ഇടനിലക്കാരായി വിപണനം നടത്തുന്നതിനാൽ കർഷകർക്ക് വേണ്ടത്ര ലാഭം ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ തരിശു നിലങ്ങൾ ഏറെ ഉള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ നിലങ്ങളിലേക്കും കൃഷി ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. ആദ്യഘട്ടമായി കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകരെ ഇതിനായി ഉപയോഗപ്പെടുത്തി. ഇനിയും വ്യത്യസ്ത പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വരാനുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. കടയ്ക്കൽ ഫാം ഹൌസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ ജെ.സി. അനിൽ, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി. അമൃത, അസോസിയേഷൻ ഫോർ കേരള റൂറൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി, കൊട്ടാരക്കര കാർഡ് ബാങ്ക് ചെയർമാൻ കൊല്ലായിൽ സുരേഷ്, KPC ഡയറക്ടറും കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ. കൃഷ്ണപിള്ള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജമ്മ, ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ശിവദാസൻ പിള്ള, ഗ്രാമപഞ്ചായത്ത് അംഗം അഭിജിത്ത് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.